ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇന്ന് നമുക്ക് നോമ്പറക്കന്ന് ബറാത്തിൻ്റെ നോമ്പ്, സ്രാവ് മിറാജിൻ്റെ നോമ്പ്, പിന്നെ ചിക്കൻ ഫ്രൈ ഉള്ളതാ, ലെഗ് പീസാട്ടോ. അപ്പോൾ ഒരുപാട് ചായ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ കാണിക്കായി കേട്ടോ. അപ്പോൾ ഭാഗം കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പൊടിക്കടീൻ്റെ മുന്നേ തന്നെ കാണിച്ചിടാമെന്ന് വിചാരിച്ചു. ചുമ്മാ ചായ കുടിച്ച് നല്ല വയറടിച്ച് നമ്മളപ്പോൾ ചപ്പാത്തി കടയിൽ നിന്ന് നൈസ് പത്തിരി കേട്ടോ. തിന്നാൻ ഒന്നും ഉണ്ടാവില്ല, എന്നാലും വലിയമ്മ തിന്ന ഒരു ബേക്ക് വലിയമ്മ അപ്പോൾ ആക്കി തിന്നിട്ടാ. ഒരു 10 ഉണ്ടാവും, ഒരു 3 അതിൽ ബാക്കിയുള്ളൂ. പിന്നെ 2 ബേക്ക് കുടിച്ചിരുന്നു. നോമ്പാകുമ്പോൾ കുറച്ചൊക്കെ തിന്നോട്ട് വെച്ചിട്ട് ഒരു കോപ്പ ചായ ഉണ്ടാവും. പാലൊക്കെ ഇതായിരുന്നു. എനിക്ക് ചായ ഇല്ലായിട്ട് ഞാൻ കുറച്ച് കളറില്ലാത്ത കട്ടൻ ചായയുടെ കളറൊന്ന് മാറിയാൽ മതിട്ടോ മക്കളെ. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ കറി. പിന്നെ ഞാൻ ഇതിൽ നമ്മളാ മറ്റേ അല്ലേ ഫ്രിങ്ങോണി എന്നാ പറയുക, ഉള്ളിത്തൂമ്പില്ലേ, അത് ഉള്ളിത്തൂമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിലിട്ടിട്ടാണ് അത് ചിക്കൻ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ച് നോക്കിയാലോ, സൂപ്പർ. അതിൻ്റെ പാർട്സാണ്. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ ഉണ്ടായിരുന്ന മക്കളെ. അപ്പോൾ പത്തി നല്ല കാലമില്ലാത്തപ്പോൾ 3 പത്തിരി, അപ്പോൾ 4 പത്തിരി. ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ നല്ല പത്തിരി കഴിക്കാൻ ആഗ്രഹമാണ്. ആ ഉള്ളിത്തൂമ്പ് ഇട്ടുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്കൊരു. പിന്നെ 2 പൊട്ടറ്റോ ഇട്ടു, ഒരു ടൊമാറ്റോ ഇട്ടിട്ട് അങ്ങനെ വെച്ചതാട്ടോ കുക്കറിൽ. നല്ല ഫിസിലായിട്ട് ചെയ്യാമല്ലോ ഷാറാക്കിയിട്ട്. ലെഗും പീസ് കണ്ടില്ലാണ്. എനിക്കത് വലിയമ്മ അത് കോഴി പൊരിച്ചേ വേണ്ട, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പാടെ എണ്ണ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ടാണ് ഇതായത് കേട്ടോ. അപ്പോൾ ഞാൻ കോളിഫ്ലവർ തേച്ച് പിന്നെ കൂട്ടിട്ട് റോസ്റ്റ് പോലെ പൊരിച്ചെടുത്ത് കളയും. അപ്പോൾ അതിൽ എന്തെങ്കിലും വിനിഗർ ചേർത്ത്, പിന്നെ മഞ്ഞൾ, മുളക്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്,
അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറുനാരങ്ങ പറ്റിയ വിനിഗർ ഇതാക്കിയിട്ടാണല്ലോ നമ്മളിത് പൊരിച്ചിട്ടുള്ളത്. അത് നല്ല സ്പൈസി ആയ ചിക്കനാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ആവുമ്പോഴേ. അപ്പം ഞാൻ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് നാരങ്ങ ഒക്കെ പൊഴിഞ്ഞിട്ടാ തരും. മീറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നാരങ്ങ പിഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ടാണ്. പിന്നെ കക്കരി പിന്നെ സവാള, എന്താണ് തക്കാളി, അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പച്ചക്കറിയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് കേട്ടോ. ചിക്കനും മീറ്റൊക്കെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. ഒക്കെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സവാള കട്ട് ചെയ്യുക. അതുപോലെ ഒരു ക്യാപ്സിക്കനോ ആയാലും അതൊക്കെ തന്നെ, അതൊക്കെ ഇതിൽ ഒരു മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. അത് നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് വിനിഗർ ഒഴിച്ചിട്ട് കേട്ടോ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഒന്നും വരില്ല, മീറ്റ് കഴിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നല്ല ശ്രദ്ധയിൽ എല്ലാം കഴിക്കും, പക്ഷേ കൺട്രോളിലേ കഴിക്കുള്ളൂ. അവിടെ ഉണ്ട്, നിങ്ങളാ ചട്ടിയിലുണ്ട്, വലിയ ലെഗ് പീസാണ്. കോഴിക്കാൽ കടിക്കണില്ലേ? താഴായിട്ട് പിന്നിട്ടോ. എന്താ നിൽക്കുമല്ലോ മുണ്ടിടാതെ കുളത്തില്ല. പത്തിരി ഇതൊന്നും വലിയ രസമില്ല. അപ്പം അങ്ങനെ മക്കളെ കഴിക്കുകയാണ്. അപ്പം നമ്മളെ ഇന്നത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞ് ഇസ്റാവും മിറാജും. നാളെ നോമ്പ് വയ്ക്കണ ദിവസം ഒരു നോമ്പന്നെ ഉള്ളൂ. രണ്ടാൾക്കാർ 2 നോമ്പ് വയ്ക്കണുള്ളൂ. അറിയില്ല. മുഹറം 19 ഉടിതം എല്ലാം നോക്കിയതും 1 മുതൽ അവസാനം വരെ. ഈ ചെറുക്കന്മാർ വരലുമില്ലേ, പണി ഇങ്ങനെ എടുക്കണേ. ആര് ഒരു ദിവസം വൈകുന്നേരത്തെ ആരോ വായി വെക്കുമ്പോൾ വെച്ചിട്ട് കള്ളന്മാർ വരും. ഓലെ കള്ളന്മാരായിട്ട് വരുന്നതും അറിയില്ല, പോണ അറിയില്ല. ഭയങ്കര അടച്ചുറപ്പാണ്. ലാഭച്ചതയണ്ടേ, കളറില്ല. പാലായിക്കൂടെ പറക്കോ. ഇന്നെ പൊരിച്ചിട്ട് കോഴികൾ ഇത് വേണമെങ്കിൽ കുടിച്ചോ. മധുരം കുടിച്ചിട്ട് കുറക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്ന് ഞാൻ മധുരം കുടിച്ചിട്ട് തന്നെ തേയ്മാനം വരികയാണ്. അപ്പോൾ ഡോക്ടർ എന്താ പറയുക, മധുരം കുടിച്ചൽ കമ്മിയാക്കാനാണ് പറഞ്ഞത്. ചായയൊക്കെ വലിയമ്മനോട് പഴം കൊടുക്കുകയാണ്. ഓർക്ക് തിരക്കുള്ള മനുഷ്യന്മാരാണ്. ഉണ്ടായിരിക്കും അതൊക്കെ അറിയാം. തിന്ന ചോറിന് നന്ദി കാട്ടണം. ഒന്നും മുണ്ടാതിരിക്ക്, ഞാൻ വീഡിയോയിലാണ് ഞാൻ മുണ്ടായിരിക്കട്ടെ. ഞാൻ ഇത് പറയട്ടെ, ആൾ സ്പൈസി ആയിരിക്കടാ, ജ്യൂസിന്ന് പറയും. ചിലർ ചോപ്റ്റ് എന്നറിയും. എൻ്റെ അമ്മോനക്കുള്ളൊരു പറച്ചിൽ സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കും. എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, വല്യമ്മയും അമ്മോനൊക്കെ. എപ്പോഴൊന്നും പൊരിച്ചുണ്ടാക്കൂല, വല്ലപ്പോഴേ പൊരിച്ചുണ്ടാക്കും കേട്ടോ. അധികം കറി വെച്ചിട്ട് വെക്കണം. നമുക്ക് ആകെയുള്ളത് കഴിക്കുക, ആ നമ്മളെ അവകാശമാണ്. അതിനൊന്നും ഒരാളും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിക്കുന്നത് തിന്നാനും അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനാണ്. അത് പഠിച്ചവനോട് ശുക്രില്ല.
നല്ല തിന്നാനുള്ള ഭാഗ്യം അത് തരണം. അല്ല് കല്ലില്ല ജീവിച്ച നമുക്ക് വേണ്ടത് പഠിച്ചവനെ ഓർമ്മിപ്പിക്കുക. അന്നം തരുന്ന പഠിച്ചവനാണല്ലോ. അത് ചിന്തിക്കുക മനുഷ്യന്മാരെ. മറ്റുള്ളവരെ കളിയാക്കാതെ പരിഹസിക്കാതെ നല്ല കുട്ടിയും. ഒരു യൂട്യൂബറിനെ തെറി വിളിച്ചിട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിക്കോളൂ. ഇനി മര്യാദക്ക് എല്ലാവരും നിന്നോളി, ജാഗ്രത പാലിക്കണം. യൂട്യൂബർമാരെ തെറി വിളിക്കലും കളവി വിളിക്കലൊന്നും അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇപ്പം ആരും തെറി വിളിക്കാനോ ഒന്നിനും പരിഹസിക്കാനോ പാടില്ല. ജയിലിൽ പോവും. ഒരു ഭാര്യയും ഭർത്താവും അറസ്റ്റിലായില്ലേ? യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ നിങ്ങളാരും കളിക്കുട്ടിയല്ല. ഓര് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അധ്വാനിച്ചിട്ട് ഇത് കൂലിപ്പണിക്കായി റിസ്ക്കുള്ള പണിയാണ്. എല്ലാം നോക്കും കണ്ട് ചെയ്തില്ലെങ്കിൽ അതും പണി പാടും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ യൂട്യൂബർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോകളിലേക്ക് എത്തിച്ചിടുന്നതും എഡിറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ. അത് മനസ്സിലാക്കണം. പാവങ്ങളങ്ങനെ തെറി വിളിക്കരുത്, അവസാനിക്കണം കേട്ടോ. അതൊന്നും ഒരിക്കലും ചെയ്യരുത്, പാവം കിട്ടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ പ്രൊവൈസ് ചെയ്യും. ഒരു പെണ്ണ് എന്നോട് പറഞ്ഞ് ഇന്ന കേസ് കൊടുക്കുന്നു. പക്ഷേ ഓൾ തെറി വിളിച്ചിട്ട് ഓൾ ഇന്നെ തന്നെ കേസ് കൊടുക്കുന്നു. പക്ഷേ അത് ഞാൻ ക്ഷമിച്ചു. ഓൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് വിചാരിച്ച് ക്ഷമിച്ചു. വേറുള്ളവരാണെങ്കിൽ കോടതിയിൽ എത്തും. കോടതിയിലല്ല, പോലീസ് പരാതി കൊടുക്കുക ചെയ്യുക, സൈബർ സെല്ലിൽ. അതുകൊണ്ട് മക്കളധികം ആരും ചീത്ത പറയാൻ നിൽക്കണ്ട. ഓക്കെ, ബൈ, സി യു. അസ്സലാമു അലൈക്കും. ലൈക്കഡ് കൊടുക്കുക, സബ്സ്ക്രൈബ് കൊടുക്കുക, കമൻറ്റായിട്ട് കൊടുക്കുക.